ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം ക്ലാസ്സിൽ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററിൻ്റെ ഫസ്റ്റ് രണ്ട് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഏരിയ ഓഫ് പാരലോഗ്രാമും ഏരിയ ഓഫ് റോംബസ്. ഏരിയ ഓഫ് റോംബസിലെ ഡിഫറെൻറ്റ്, അതായത് ഡയഗണൽസ് ഈക്വൽ ആയിട്ടുള്ള റോംബസിൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കാമെന്നും, അതുപോലെ ഡയഗണൽസ് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോംബസിൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കാമെന്നും എല്ലാം നമ്മൾ പഠിച്ചു. അത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പഠിച്ചത്? ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് അതിൻ്റെ ഏരിയ നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ അതിൽ നിന്നുമാണ് നമ്മൾ പാരലോഗ്രാമിൻ്റെയും റോംബസിനെയൊക്കെ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് യെസ്, ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററിൽ പാർട്ട് 3യിലേക്കാണ് പോകുന്നത്. അപ്പോൾ പാർട്ട് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ ഓഫ് ഐസോസിലസ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ഐസോസിലസ് ട്രപ്പീസിയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താണ് ഏരിയ ഓഫ് ട്രപ്പീസിയം, അതായത് ട്രപ്പീസിയം എന്താണെന്ന് നോക്കാം. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പാരലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ പാരലോഗ്രാം നമുക്ക് നോക്കാം. പാരലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ടു പെയർ ഉണ്ട്, രണ്ട് പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട് അല്ലെ? മുകളിലും താഴെയുള്ളത് ഒരു പെയർ, സൈഡ് ഉള്ളത് രണ്ടാമത്തെ പെയർ. അപ്പൊ അതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പാരലോഗ്രാം നോക്കുകയാണെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്. രണ്ട് പെയർ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ തന്നെ പാരലൽ ആണ്. ഇനി ട്രപ്പീസിയത്തിൽ വരികയാണെങ്കിൽ അതിൽ ഒരു പെയർ, ഏതെങ്കിലും ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ്, ഒന്നില്ലെങ്കിൽ സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മുകളിലെയും താഴെ ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കുക, അതിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. അതായത് അതർ സൈഡ് ഓപ്പോസിറ്റ് പെയർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും, അതായത് പാരലൽ അല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് മുകളിലെയോ താഴെയോ അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ഏതെങ്കിലും ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലേറ്ററിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയാം. അതേസമയം മറ്റ് രണ്ട്, അതായത് ഈ പെയർ അല്ലാതെ മറ്റൊരു പെയർ ഉണ്ടാവുമല്ലോ ഓപ്പോസിറ്റ് സൈഡ്സ്, അതൊരിക്കലും പാരലൽ ആവില്ല. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയാം. ഇനി ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ ട്രപ്പീസിയത്തിന്റെ സെയിം ഫീച്ചേഴ്സ്, അതായത് ഓപ്പോസിറ്റ് സൈഡ്, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം, അതർ പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കില്ല, പക്ഷെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പെയർ പാരലൽ സൈഡ്സ് ഉണ്ടായിരിക്കും, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതേസമയം മറ്റൊരു പെയർ രണ്ടാമത്തെ പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കില്ല, പാരലൽ ആയിരിക്കില്ല. അതേസമയം ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, അതർ പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, നോട്ട് പാരലൽ, ഇറ്റ്സ് ഈക്വൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ക്വാഡ്രിലേറ്ററൽ, ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? നാല് സൈഡും വ്യത്യസ്തമായിരിക്കും, അതായത് പാരലൽ ആയിരിക്കില്ല, അതുപോലെ തന്നെ ഈക്വൽ ആയിരിക്കില്ല. അങ്ങനെയുള്ളതാണ് ഇത് ഈ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏരിയ ഓഫ് ഐസോസിലസ് ട്രപ്പീസിയം ആണ്. ഏരിയ ഓഫ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കിൾ എടുത്തു. നമ്മൾ നേരത്തെ പാരലോഗ്രാമിന്റെ തന്നെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു റെക്റ്റാങ്കിൾ എടുത്തു. ആ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ്, അതായത് താഴെയുള്ള സൈഡ് 6 സെന്റിമീറ്റേഴ്സും അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് 3 സെന്റിമീറ്റേഴ്സും ആണ്. ഇങ്ങനെയുള്ളൊരു ഇതാണ് എടുത്തിട്ടുള്ളത്, ഒരു റെക്റ്റാങ്കിൾ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? L × B = 6 × 3 = 18 സെന്റിമീറ്റർ സ്ക്വയർ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എങ്ങനെ കാണുക? L × B, ലെങ്ത് × ബ്രെഡ്ത്ത് = 6 × 3 = 18 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോർണറിൽ നിന്ന് ഒരു ട്രയാങ്കിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ട്രയാങ്കിള് മുകളിലെ ഒരു ഭാഗത്തിന്, മുകളിലെ പാരലൽ സൈഡിന് എന്തുണ്ടാവുന്നു? 2 സെന്റിമീറ്റേഴ്സ് 4 സെന്റിമീറ്റേഴ്സ് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 3 സെന്റിമീറ്റേഴ്സ് 2 സെന്റിമീറ്റേഴ്സ് വശമുള്ള ഈ ഒരു ട്രയാങ്കിളിന്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് നമ്മൾ പാരലോഗ്രാം ആക്കി ചെയ്തില്ലേ, അതുപോലെ ചെയ്യാണ്. അതുപോലെ ഇങ്ങനെ വരും ഏകദേശം.
6 cm, അതുപോലെ തന്നെ 3 cm, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തിൽ നമ്മൾ കളർ ചെയ്യണം. അതായത് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതായത് 3 cm 2 cm ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നുണ്ടാവും അല്ലെ. 2 cm 3 cm അല്ലാതെ വരുന്നതാണ് ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. അത് എന്തായിരിക്കും? അപ്പൊ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഗ്രീൻ ഫിഗർ മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എന്തുപോലെ ഇരിക്കുന്നത്? യെസ്, ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ പാരലോഗ്രാം അല്ലെ. അപ്പൊ നമ്മൾ ഈ പാരലോഗ്രാമിന്റെ പ്രത്യേകത അറിയാം. ഓപ്പോസിറ്റ് സൈഡ്സ്, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ പാരലൽ ആണ്. അപ്പൊ നമുക്കതൊരു ഐസോസിലസ് ട്രപ്പീസി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുമില്ല, ആ ട്രയാങ്കിളിനെ ഒന്ന് തിരിച്ചിടുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചിട്ടു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, മറ്റേ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. നമുക്ക് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് 6 cm 4 cm ആണ്. അതർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, പാരലൽ അല്ല, ഈക്വൽ ആണ് അല്ലെ. ഇവിടെ നമുക്ക് എന്താണ്? ഏരിയ ഓഫ് ഐസോസിലസ് ട്രപ്പീസിയം 80 cm അല്ലേ. അതായത് നമ്മൾ ഓറഞ്ച് കളർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗമാണ്. ബാക്കിയുള്ളത് എന്താണ്? സെയിം ഏരിയ തന്നെയാണ് വരുന്നത്. ഏരിയയിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതായത് എന്താണ് പറയാ? ബി ഇൻറ്റു, അതായത് ഓപ്പോസിറ്റ് ഈക്വൽ ആയിട്ടുള്ള സൈഡ് മൾട്ടിപ്ലൈഡ് ബൈ ഈക്വൽ ആയിട്ടുള്ള സൈഡ് അല്ലെങ്കിൽ ഈ 3 cm ഇവിടെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ 3 cm, അതായത് പാരലൽ സൈഡ്സിന്റെ ഡിസ്റ്റൻസ്, പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ഇൻറ്റു ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ഇതിലെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 18 cm² ആണ്. അപ്പൊ ഇവിടെ വരുന്ന ഏരിയ ഓഫ് ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നതും 18 cm² ആണ്. നമുക്കിത് പ്രോബ്ലം വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോബ്ലം വരുന്നത് draw a rectangle of sides 7 cm and 4 cm. Draw isosceles trapeziums of the same area with following specifications. അതായത് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. റെക്ടാങ്കിളിന്റെ അളവ് തന്നിട്ട് the measurement of rectangles are 7 cm and 4 cm. 4 cm-ലും 7 cm-ലും റെക്ടാങ്കിൾ വരച്ച് അതിൽ നിന്നും ഐസോസിലസ് ട്രപ്പീസിയം കൺസ്ട്രക്ട് ചെയ്യണം. അതിലെ രണ്ട് സ്പെസിഫിക്കേഷൻസ് താഴെ എ ബിയും തന്നിട്ടുണ്ട്. ആ രണ്ട് സ്പെസിഫിക്കേഷൻസിലും നമ്മൾ എന്ത് ചെയ്യണം? ട്രപ്പീസിയം നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. എ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ് ഈസ് 9 and 5 cm. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ട് 7 cm 4 cm ആണ് നമുക്ക് തന്നിട്ടുള്ള റെക്ടാങ്കിൾ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 9 cm 5 cm ഓപ്പോസിറ്റ് സൈഡ്സ്, പാരലൽ സൈഡ്സ് 9 cm 5 cm ആയിട്ടുള്ള ഒരു ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം ഫോം ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരു 7 cm 4 cm ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ചു, ഒരു റെക്ടാങ്കിൾ വരച്ചു. അപ്പൊ നമ്മൾ ആ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത് നമുക്ക് മറ്റേ ട്രപ്പീസിയം വരയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ 7 cm-ലും 4 cm-ലും 7 cm താഴെയും അതുപോലെ തന്നെ 4 cm പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്തു, റെക്ടാങ്കിൾ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലെ സൈഡിൽ 1 cm 1 cm അപ്പാർട്ടിൽ, അതായത് അറ്റത്തുനിന്ന് 1 cm ഇപ്പുറത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ രണ്ട് ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഇവിടുന്ന് 1 cm ഇപ്പുറത്ത് 1 cm പോയി കഴിഞ്ഞാൽ 7-ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ 7 - 1 - 1, അതായത് 7 - 2 will be equal to 5. അപ്പോൾ 5-ഉം 9-ഉം ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്ത് 1 cm കുറച്ചു, അതേസമയം താഴെ എന്ത് ചെയ്തു? താഴെ നമ്മൾ 1 cm നമ്മൾ കൂട്ടി. അതായത് 7 + 1 + 1 എന്ന് പറയുമ്പോൾ 9 cm ആവും. ഇവിടെ 7 - 1 6, 6 - 1 5, മുകളിൽ 5 cm. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ആ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഐസോസിലസ് ട്രപ്പീസിയം കിട്ടി. അതായത് എ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രപ്പീസിയം, ഐസോസിലസ് ട്രപ്പീസിയം നമുക്ക് കിട്ടി അല്ലെ. ഇനി നെക്സ്റ്റ് പറഞ്ഞ ലെങ്ത് ഓഫ് നോൺ പാരലൽ സൈഡ്സ് ആർ 5 cm. പാരലൽ സൈഡ്സ്
അളവ് പറഞ്ഞിട്ടില്ല. അതേസമയം നോൺ പാരലൽ സൈഡ്സ്, അതായത് നമ്മളിപ്പോ ഇവിടുന്ന് ഈ ഡയഗണൽ പോലെ വരച്ചില്ലേ, ഈ രണ്ട് സൈഡ്സ് 5 സെന്റിമീറ്റേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യാം? അപ്പൊ ബി നമുക്കില്ല, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു ലൈൻ വരച്ചു. ലൈനിൽ നമ്മൾ 7 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തു. 7 സെന്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അത് എത്രയാണ്? 4 സെന്റിമീറ്റേഴ്സിന്റെ പെർപെൻഡിക്കുലർ ലൈൻ ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്നും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് റെക്ടാങ്കിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഡോട്ടഡ് ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു റെക്ടാങ്കിൾ ആയി കിട്ടി. അപ്പൊ നമ്മൾ നീട്ടി വരച്ചിട്ടുണ്ട്, കുറച്ച് താഴത്തെ 7 സെന്റിമീറ്റേഴ്സ് എന്നുള്ള കുറച്ച് നീട്ടി വരച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഫസ്റ്റ് കോർണറിൽ നിന്ന്, താഴത്തെ ഫസ്റ്റ് കോർണറിൽ ലെഫ്റ്റ് ഹാൻഡിലെ താഴത്തെ കോർണറിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 5 സെന്റിമീറ്റേഴ്സിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. 5 സെന്റിമീറ്റേഴ്സിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. അപ്പൊ ഈ ആർക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏരിയ ഓഫ് അതിന്റെ ട്രപ്പീസിയത്തിന്റെ, ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, പാരലൽ അല്ലാത്ത ഓപ്പോസിറ്റ് സൈഡ്സ് 5 സെന്റിമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊന്ന് ജോയിൻ ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ടോപ്പ് എൻഡിലെ, റൈറ്റ് സൈഡിലെ ടോപ്പ് എൻഡിലെ ആ ഒരു കോർണറിൽ നിന്ന്, ആ ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ആ 7 സെന്റിമീറ്റേഴ്സിന്റെ ആ ലൈനുമിക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? 5 സെന്റിമീറ്റേഴ്സിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്തായി? ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയി അല്ലെ? നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് സൈഡ്സ്, രണ്ട് ഓപ്പോസിറ്റ്, പാരലൽ അല്ലാത്ത രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് കിട്ടി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഈ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. 2-3 പ്രാവശ്യം ഇത് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ തരുന്നത് കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ഐസോസിലസ് ട്രപ്പീസിയം ഡ്രോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ഐസോസിലസ് ട്രപ്പീസിയം. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഐസോസിലസ് ട്രപ്പീസിയം തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അതുപോലെ തന്നെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, അതേസമയം മറ്റേ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് ബട്ട് നോട്ട് പാരലൽ. ഓക്കെ, സോ താഴത്തെ ലൈൻ 7 സെന്റിമീറ്റേഴ്സും ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റേഴ്സും ആണ്. അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ഡ്രോയിങ്സിൽ കുറച്ച് ചേഞ്ച് വരുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3 സെന്റിമീറ്റേഴ്സിന്റെ മുകളിലെ ഈ 3 സെന്റിമീറ്റേഴ്സിന്റെ ഈ വേർട്ടെക്സിൽ നിന്ന് താഴത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പൊ അതെന്തായിരിക്കും? ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത്തും എന്തായിരിക്കും? 4 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. കാരണം ഈ സെയിം ഇതാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു 7 സെന്റിമീറ്റേഴ്സിലെ ഈ ഒരു ഭാഗം എന്തായിരിക്കും? 3 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും അല്ലെ? ഇവിടെ മുകളിൽ 3 സെന്റിമീറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ സെയിം ആയിരിക്കും ഇപ്പുറത്തും വരെ 3 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ അതിന്റെ ഈ രണ്ട് റൈറ്റ് ആംഗിളിന്റെയും ബേസ് എന്ന് പറയുന്നത് എന്തായി മാറിയിട്ടുണ്ടാവും? 7 നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ 4 ആണ് അല്ലെ? അപ്പൊ 4 ഡിവൈഡഡ് ബൈ 2, രണ്ടെണ്ണത്തിലേക്ക് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 സെന്റിമീറ്റേഴ്സ് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഈ ഒരു 7 സെന്റിമീറ്റേഴ്സിനെ 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. 2 സെന്റിമീറ്റേഴ്സ്, 3 സെന്റിമീറ്റേഴ്സ് ആൻഡ് 2 സെന്റിമീറ്റേഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹിയർ വി ഹാവ് 2 ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ബി ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റേഴ്സ് ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടി. അതിന്റെ ബേസ് വന്നിട്ട് 2 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 സെന്റിമീറ്റേഴ്സ് ആയിട്ടും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ മാത്രമായിട്ട് കാണാമല്ലോ. ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ബി എച്ച് അല്ലെ? ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു, ഇവിടെ ബി എന്ന് പറയുന്നത് 2 ആണ്, എച്ച് എന്ന് പറയുന്നത് 4 ആണ്. ദെൻ എന്ത് വരും? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 4. ഹിയർ 2 and 2 are cancelled. So the answer, the area of a triangle is 4 centimeters. Area of a triangle is 4 centimeters എന്ന് കിട്ടി ഇല്ലേ? ഇനി നെക്സ്റ്റ് ഏരിയ ഓഫ് 2 ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത് 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചത്. സോ ദ ഏരിയ ഓഫ് 2 triangles will be equal to 2 into 4. Yes, so area of because those 2 triangles, right angle triangles are equal, so the area of 2 triangles is equal to 2 into one of the area of one of the triangle alle. So the area of 2 triangle is equal to 2 into 4, which is equal to 8 centimeters square.
and the area of rectangle. ഇനി നമുക്കിപ്പോൾ രണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിച്ചു, നമുക്ക് അതിന്റെ മിഡിൽ പാർട്ടിലുള്ള ആ റെക്ടാങ്കിളിന്റെ ഏരിയയും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ. എന്താണ് ആ ഏരിയാസ് ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സം ഓഫ് ദി ഏരിയാസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ഒരു ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്താണ് കിട്ടും. സോ ദ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് L into B. L into B ആണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ദാറ്റ് മീൻസ് ലെങ്ത് to breadth. Here the length is 3 centimeters and breadth is 4 centimeters. So therefore the area of rectangle is equal to 3 into 4 is equal to 12 centimeters square. So area of two triangles we have already know that 8 centimeters square, and now we have the area of rectangle is 12 centimeters square. Then what will be the area of the isosceles trapezium? Just add the areas. Then the area of the given figure is equal to 8 plus 12 equal to 20 centimeters square. So page number 172 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അതിലത്തെ ഓൾമോസ്റ്റ് തന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ദ തേർഡ് ക്വസ്റ്റ്യൻ വിൽ ബി യുവർ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രപ്പീസിയം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ സൈഡഡ്, അതായത് ക്വാഡ്രിലേറ്ററൽ ആണ്. അതിന്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, പക്ഷെ അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല. സോ ഒരു ക്വാഡ്രിലേറ്ററിലെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ നമുക്ക് അതിനെന്താ പറയാം? ട്രപ്പീസിയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിലെ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ദ ഹാഫ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി സം ഓഫ് പാരലൽ സൈഡ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ടി. അതായത് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരലൽ സൈഡ്സ്, ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ് ആയിട്ടുള്ള സൈഡ്സിന്റെ ലെങ്ത് സമ്മില്ല. ക്ലിയർ ആയല്ലോ? അതായത് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്നും ബിന്നും എടുത്തിരിക്കുന്നത്. ആ പാരലൽ സൈഡ്സിന്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്നും ബിന്നും എടുത്തിട്ടുള്ളത്. അതിന്റെ സമ്മിനെ എന്ത് ചെയ്യാം? അതിന്റെ ഡിസ്റ്റൻസ്, ആ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെ ഇൻറ്റു ചെയ്യുക ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് കറക്റ്റ് അറിയണമെങ്കിൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്സ്, പാരലൽ സൈഡ്സ്. അതിൽ നമ്മൾ അതുപോലെ തന്നെ അടുത്ത പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് അത് പാരലൽ അല്ല, അതുപോലെ തന്നെ ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ മുകളിലെ പാരലൽ സൈഡിന് നമ്മൾ എ എന്നും അതുപോലെ തന്നെ താഴെയുള്ള പാരലൽ സൈഡിന് നമ്മൾ ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇവിടെ പാരലൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടുള്ള പാരലൽ സൈഡ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ പാരലൽ സൈഡ്സിന്റെ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ പാരലൽ സൈഡ്സിന്റെ ഡിസ്റ്റൻസ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ പാരലൽ സൈഡ്സിന്റെ ലെങ്ത്, അതിന്റെ സം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസിനോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഓൾ ഡിവൈഡഡ് ബൈ 2, ഹാഫ് ഓഫ് ദി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അങ്ങനെയുള്ളതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ് ഓഫ് എ trapezium are 30 centimeters and 10 centimeters and the distance between them is 20 centimeters. What is its area? അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പാരലൽ സൈഡ്സിന്റെ ട്രപ്പീസിയം, ഒരു ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡ്സ് ഏതൊക്കെയാണെന്നുണ്ട്? 30 centimeters and 10 centimeters എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 20 centimeters എന്നുണ്ട്. D is equal to തന്നിട്ടുണ്ട്. A is equal to 30 centimeter, B is equal to 10 centimeters and D is equal to 20 centimeters. Then what is the area എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. Here given as the parallel sides are 30 centimeters and 20 centimeters. Also okay, ഇവിടെ 20 centimeters അല്ല കേട്ടോ, 10 centimeters ആണ്. ജസ്റ്റ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. Here given as the parallel sides are 30 centimeters and 10 centimeters ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിക്കോളൂ. Also given the distance between the parallel sides are 20 centimeters. Then we have the formula for calculating the area of trapezium as 1/2 into a plus b into d. 1/2 into ബ്രാക്കറ്റിലാണ് a plus b, ബ്രാക്കറ്റിലാണ്, അതൊരിക്കലും ബ്രാക്കറ്റ് ഇടാനായിട്ട് മറക്കരുത്. ഓക്കെ, half into a plus b into d. Here a is equal to 30, b is equal to 10 and d is equal to 20. So just we have to apply
Then the area of trapezium is equal to half into a plus b into d. Here a is equal to 30 and b is equal to 10 and d is equal to 20. So the equation will be equal to, or formula will be equal to, half into 30 plus 10 into 20. Here 30 plus 10 is equal to 40. So half into 40 into 20. So half into 40 into 20 is equal to 800. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Half into 800 is equal to 400 centimeter square. So ഇതാണ് നമുക്ക് എന്തായിട്ടുള്ളത് ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എളുപ്പമല്ലേ ഇത്? ഓക്കെ, ഹാഫ് ഇൻറ്റു ഫോർമുല അല്ലെങ്കിൽ ഫോർമുല നന്നായി മനസ്സിലാക്കി വെക്കുക. ഏരിയ ഓഫ് trapezium. Area of trapezium is equal to half into bracket a plus b bracket close here into d. A and b are the parallel side, the length of the parallel side, and d is the distance between them. അത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ തന്നെ ഇനി ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് വരുന്നത് 2, 3 and 4 പേജ് നമ്പർ 174 2, 3 and 4 നിങ്ങൾ ഹോംവർക്ക് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ. സോ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ. ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ എങ്ങനെയാണ് ചെയ്യാം? യെസ്, അപ്പോൾ നമ്മളൊരു ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററിന് വേണ്ടി നമ്മളൊരു ക്വാഡ്രിലേറ്റർ കൺസിഡർ ചെയ്തു. ഈ ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. 4 സൈഡ്സും all the 4 sides are not parallel or not equal. ഓക്കെ, 4 സൈഡ്സും ഈക്വൽ അല്ല, അതുപോലെ തന്നെ പാരലലും അല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വാഡ്രിലേറ്ററിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് തന്നെ ഏതെങ്കിലും ഒരു ഡയഗണൽ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ നേരെ ഒരു ഡയഗണൽ വരച്ചു ഏതെങ്കിലും ഒരു സൈഡിൽ. അപ്പൊ ഞാൻ വരയ്ക്കുന്നത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു എന്താ പറയാ, മുകളിലെ വെർട്ടിസും താഴത്തെ വെർട്ടിസും തമ്മിലുള്ള ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഡയഗണലാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ ഡി എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, ഡയഗണലിന് നമ്മൾ ഡി എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ ഈ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലെ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഡയഗണലിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. നമ്മൾ എന്നിട്ട് തന്നെ H1 എന്ന് പേരിട്ടു. ഓക്കെ, എന്താണ് പേരിട്ടത്? H1. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു ക്വാഡ്രിലേറ്ററിൽ നമ്മൾ വരച്ചു. ക്വാഡ്രിലേറ്ററിന്റെ ഏതെങ്കിലും ഓപ്പോസിറ്റ് വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്തു, അതിന് ഡി എന്ന് പേര് കൊടുത്തു. അതിനുശേഷം റൈറ്റ് ഹാൻഡിലെ വെർട്ടെക്സിൽ നിന്നും ഡയഗണലിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു H1. അതുപോലെ തന്നെ ലെഫ്റ്റ് വെർട്ടെക്സിൽ നിന്നും നമ്മൾ വീണ്ടും ഡയഗണലിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അതിനെ നമ്മൾ H2 എന്നും പേര് കൊടുത്തു. ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നമുക്കറിയാം ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ആണ്. ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. ഫസ്റ്റ് ട്രയാങ്കിളിൽ നമ്മൾ എന്ത് പറയാം? H1 ഹൈറ്റ് ഉള്ള ട്രയാങ്കിൾ നമ്മൾ ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 അല്ലെ. ബേസ് ഡി ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ ഹാഫ് ഇൻറ്റു ഡി H1 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ പ്ലസ് അടുത്ത് എന്ത് ചെയ്തു? ഹാഫ് ഇൻറ്റു ഡി H2 എന്നും കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഹാഫ് ഡി എന്നുള്ളത് കോമൺ ആണ്. അപ്പൊ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഡി ഇൻറ്റു H1 പ്ലസ് H2. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററിന്റെ എന്തായിട്ട് വരുന്നത്? ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററിന്റെ എന്തായിട്ട് വരുന്നത്? യെസ്, equation ആയിട്ടല്ല, അല്ലെങ്കിൽ ഫോർമുല ആയിട്ട് വരുന്നത്. The area of quadrilateral is the half of the product of diagonal and the sum of perpendicular distance from the opposite vertices of the diagonal to the diagonal. Okay, the area of quadrilateral is half the product of the diagonal and the sum of the perpendicular distance from the opposite vertex to the diagonal. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ഷോൺ ബിലോ? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ, അതുകൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ഷോൺ ബിലോ? താഴെ തന്നിരിക്കുന്ന ക്വാഡ്രിലേറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ ദ ക്വാഡ്രിലേറ്ററൽ ഈസ് ഹിയർ and the diagonal is here. Diagonal has 8 centimeters and H1 is 4 centimeters and H2 is 6 centimeters. We have already known that the area of quadrilateral is half D into H1 plus H2. Half D into H1 plus H2. H1 is the നേരത്തെ പറഞ്ഞ പോലെ തന്നെ H1 plus H2. അങ്ങനെയാണെങ്കിൽ ഇവിടെ D is equal to 8 centimeter, H1 is equal to 4 centimeters, H2 is equal to 6 centimeters. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ പോരെ. Then half
d into h1 plus h2 is equal to half into 8 into 4 plus 6. അപ്പോൾ എന്തായി മാറും? half into 8 into 10. 4 plus 6 equal to 10. Then next വരുന്നത് 8 into 10 is equal to 80. So half into 80 which is equal to 40. That is the area of the given quadrilateral is 40 centimeters square. Clear ആയല്ലോ? യെസ്. ഇനി ഹോംവർക്ക് ഉള്ളത് പേജ് നമ്പർ 177 ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 രണ്ട് ഹോംവർക്കേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു പ്രൂഫാണ്. അത് നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ ഫയൽ ചെയ്ത് അയച്ചു തരാം. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക. ഇതിൻ്റെ ടെസ്റ്റ് പേപ്പർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായി പഠിക്കുക. സംശയമുള്ളതുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. താങ്ക് യു. മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ.